പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഈ പ്ലാന്റ് നിങ്ങൾ കണ്ടോ? ഇത് ഓക്സിയൻ പ്ലാന്റാണ്, പെഡലാന്തസ്. നമ്മുടെ വീടിനുള്ളിലൊക്കെ വെക്കാൻ നല്ലതാണ്. ഞാനിപ്പോൾ ഇതൊരു ചെറിയ കുപ്പിയിലാണ് വെച്ചേക്കുന്നത്, എന്നാലും അതിനൊരു നല്ല ഭംഗിയല്ലേ. അപ്പം വെള്ളത്തിൽ നമ്മൾ നല്ല ശുദ്ധമായ വെള്ളം വേണം. പിന്നെ ഈ പൈപ്പ് വെള്ളം പാടില്ല. അത് ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ട് വരുന്നതാകുമ്പോൾ ഇത് ചീത്തയായി പോകും. നമ്മൾ കിണറ്റിലെയോ കുളത്തിലെയോ ആറ്റിലെയോ ഒക്കെ വെള്ളം ഇങ്ങനെ കുപ്പികളിലും പോട്ടിലും ഒക്കെ അങ്ങനെ നിറച്ച് വെച്ചിട്ട് ഈ ചെടി വളർത്തിയെടുക്കണം. അപ്പോൾ ഇതിന് നിറയെ വേര് വന്നിട്ടുണ്ട്. ഇത് ഹോമിയോയുടെ മരുന്ന് വരുന്നൊരു കുപ്പിയാണ്. എനിക്കത് ഒരു ഭംഗി തോന്നിച്ചുകൊണ്ട് ഞാൻ വെച്ചതാണ്. ഇതിനകത്ത് നിറയെ വേരാണ്. അപ്പോൾ ഇത് അഴുക്കായി പോകത്തില്ല. നമുക്ക് ഒരു മാസമൊക്കെ ആകുമ്പം വെള്ളം ഒന്ന് മാറ്റി കൊടുത്തേച്ചാൽ മതി. നമ്മുടെ വീടിനുള്ളിലൊക്കെ നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകും. ഇങ്ങനെ ചെറിയ ചെറിയ ചെടിയെ വെക്കാവൂ. തിക്കായിട്ട് നമ്മൾ ഇൻഡോർ പ്ലാന്റ് വെക്കരുത്, കാരണം ഇഴജന്തുക്കളൊക്കെ വന്ന് കയറിയിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ സൈഡിൽ നമ്മുടെ ജൽപ്പടിയിലും അതുപോലെ ഒരു ഷോക്കേസിൻ്റെ ഒരു സൈഡിലും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. നമ്മൾ ഇൻഡോർ പ്ലാന്റൊക്കെ നമ്മുടെ വീടിനുള്ളിൽ വെക്കുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇഴജന്തുക്കളൊക്കെ ഒന്ന് വന്ന് തിങ്ങിയിരിക്കുന്ന രീതിയിലാകരുത്. ഇച്ചിരി അകത്തി ഒരു റൂമിലൊക്കെ 1 2 അതിൽ കൂടുതൽ വെക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പല സ്ഥലങ്ങളിലും ഇൻഡോർ പ്ലാന്റ് ഇങ്ങനെ ജൽപ്പടിയിലൊക്കെ അടുപ്പിച്ച് വെക്കുമ്പോഴത്തേക്കിനും അവിടെ ഇഴജന്തുക്കൾ വന്ന് തണുപ്പ് പിടിച്ച് കയറിയിരിക്കും. അപ്പോൾ അതൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ വീടിനുള്ളിൽ തന്നെ നമുക്ക് ഒരു പോട്ടിൽ, എങ്ങനെയായാലും ചെറിയൊരു പോട്ടാണെങ്കിൽ ആ ഒരു പോട്ടിലൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പം നമുക്ക് റൂമിനുള്ളിൽ തന്നെ വരുമ്പോഴത്തേക്കും നമ്മൾ സ്ട്രെസ് അനുഭവിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഈ പ്ലാന്റൊക്കെ ഒന്ന് കാണുമ്പോഴും ഇതിൻ്റെ അടുത്തൊക്കെ നിൽക്കുമ്പോഴും നമുക്ക് നല്ല പോസിറ്റീവ് എനർജി ഉണ്ടാകും. നമ്മുടെ വീടിനുള്ളിൽ തന്നെ നമ്മുടെ ഓക്സിജനെ ശുദ്ധവായു ഉണ്ടാകാനായിട്ട് നല്ലതാണ് ഇൻഡോർ പ്ലാന്റ്. അത് സ്നേക്ക് പ്ലാന്റ്, അതുപോലെ തന്നെ പല രീതിയിലുള്ള കലാത്തിയുണ്ട്. അതൊക്കെ ഭംഗിക്ക് വേണ്ടി വെക്കുന്നത്. അങ്ങനെ ഓക്സിജൻ പ്ലാന്റ് പല രീതിയിലുണ്ട്. ഇതിൻ്റെ തന്നെ പല വെറൈറ്റി, സ്നേക്ക് പ്ലാന്റിൻ്റെ ഒക്കെ പോലെ തന്നെ പല വെറൈറ്റി പ്ലാന്റുകളുണ്ട്. ഇതൊക്കെ നമ്മുടെ വായുവിനെ ശുദ്ധീകരിച്ച് നമുക്ക് നല്ല ഓക്സിജനെ ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് നമ്മൾ ഇൻഡോർ പ്ലാന്റ് വീടിനുള്ളിൽ തന്നെ വെക്കുന്നത്. അതുപോലെ ബാമ്പൂവിൻ്റെയൊക്കെ പ്ലാന്റുകളെ. അപ്പം കുറേ അധികം ആൾക്കാർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഇൻഡോർ പ്ലാന്റൊക്കെ വളരെയധികം ഇഷ്ടമാണ്. നല്ല വിലയാണെങ്കിൽ പോലും എല്ലാവരും വാങ്ങിച്ച് ഓരോ പോട്ടിലൊക്കെ വെക്കുമ്പോഴാണ് അതിൻ്റെ പ്രത്യേകത. നല്ല വൈറ്റ് പോട്ട്, അത് പല ആകൃതിയിലുള്ളതുണ്ട്. അതുപോലെ തന്നെ നല്ല പാത്രങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വേസുകൾ, ഫ്ലവർ വേസ് വെക്കുന്ന പോലത്തെ വലിയ വേസുകളുണ്ട്. മണ്ണിൻ്റെ ആയാലും അതുപോലെ തന്നെ അല്ലാതെ ക്ലേയുടെയൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ ചെമ്പ് പാത്രങ്ങളിൽ ചില ആൾക്കാരൊക്കെ വെക്കുന്നുണ്ട്, പിച്ചള പാത്രത്തിൽ വെക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആയാലും ആ ഭംഗിയും ആഠിത്യം കൂടുന്ന രീതിയിലുമൊക്കെ ഓരോരുത്തർ അവരവരുടെ കഴിവനുസരിച്ചാണ് വെക്കുന്നത്. അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചത് വെറുതെ എനിക്കൊരു കൗതുകം തോന്നിയതാണ്. ഈ ഒരു ചെറിയ കുപ്പിയിടകത്ത് ഇത് വളർത്തിയെടുക്കാൻ പറ്റുമോ എന്ന് നോക്കിയതാണ്. ഇപ്പോൾ ഇത് 2 മാസത്തോളമായി ഈ പ്ലാന്റ് ഇങ്ങനെ പിടിച്ചിട്ട്. അപ്പോൾ എനിക്കും ഇങ്ങനെയൊക്കെയുള്ള രോഗമുണ്ട്. ഞാനും ഇങ്ങനെയൊക്കെ വീടിനുള്ളിലൊക്കെ പ്ലാന്റൊക്കെ വെക്കും. അപ്പോൾ എല്ലാവർക്കും അത് പറ്റും. നല്ല ചില്ല് പാത്രത്തിലാണ് ഏറ്റവും നല്ലത് വെക്കാൻ. കാരണം ഇതിനകത്ത് നമ്മൾ ബബിൾസ്, അതായത് ഈ കല്ലുകളൊക്കെ, നിറമുള്ള കല്ലുകളൊക്കെ ഇതിനകത്ത് ഇട്ടിട്ട് നമ്മളിങ്ങനെ പ്ലാന്റ് പിടിപ്പിക്കുകയാണെങ്കിൽ വേരിത് ചുറ്റി ഇങ്ങനെ വരുമ്പം കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അപ്പം സ്ഫടികമായിട്ടുള്ള പാത്രങ്ങളിലൊക്കെ വെക്കുന്നതാണ്, അതായത് കുപ്പികളിൽ അങ്ങനെയൊക്കെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ ഇൻഡോർ പ്ലാന്റ് വെക്കുന്ന ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. അത് കറക്റ്റ് ടൈമിൽ അതിൻ്റെ വെള്ളം മാറ്റി കൊടുക്കണം. പിന്നെ കൊതുകിൻ്റെ ശല്യം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായിട്ട് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഇൻഡോർ പ്ലാന്റൊക്കെ വെക്കാനും ഓക്സിജൻ പ്ലാന്റ് വെക്കാനും ഒക്കെ പറ്റും. അപ്പം നല്ലൊരു വീഡിയോ ആണെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം. എന്നും പറയുന്ന പോലെ എൻ്റെ ചാനൽ നിങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് പറയുന്നു. വീഡിയോ